നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം പല യൂട്യൂബേഴ്സും പലവരും പേര് ഞാൻ എടുത്ത് പറയണം എന്നില്ലാവില്ല, കാരണം നിങ്ങളൊക്കെ തന്നെ കാണുന്നതായിരിക്കും. പല യൂട്യൂബേഴ്സും S23 FE ഈ അടുത്ത കാലത്ത് പൊക്കി വിടുന്നുണ്ട്. ശരിയാണ്, 30,000 രൂപയ്ക്ക്. ദാറ്റ്സ് എ ഗ്രേറ്റ് ഡീൽ. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ അതൊരു ഗ്രേറ്റ് ഡീൽ തന്നെയാണ്. പക്ഷെ അപ്പുറത്ത് ഒരു S21 FE അവർ താഴ്ത്തി പറയുകയും ഇതൊരു ഔട്ട്ഡേറ്റഡ് ഫോണാണ് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. S21 FE സ്നാപ്ഡ്രാഗൺ 888 ഉണ്ടായിട്ട് കൂടിയും നമുക്കത് ഗെയിമിങ്ങിന് ഉപയോഗിക്കാൻ വലിയ രീതിയിൽ പറ്റാത്തത് അതിൻ്റെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ആയിരുന്നു. പിന്നെയാണോ ഈ എക്സിനോസ് ഗെയിമിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നത്? സോ വേറൊരു കാര്യമുണ്ട്, ഇതാരും ഗെയിമിങ്ങിനല്ല റെക്കമെൻഡ് ചെയ്യുന്നത്. AI ഫീച്ചേഴ്സ് കൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, ശരി തന്നെ. പക്ഷേ ഞാനുള്ള കാര്യം പറയാം, S23 FE എന്ന് പറയുന്നത് നിങ്ങൾക്ക് 30,000 അതേ പ്രൈസിങ്ങിനാണ് S21 FE വരുന്നത്. ഇത് ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സ്നാപ്ഡ്രാഗൺ 888 കുറച്ച് പഴയ ചിപ്സെറ്റാണ്, ശരിയാണ്. പക്ഷേ ആ പഴയ ചിപ്സെറ്റ് ഈ എക്സിനോസ് 2200 എത്രയോ ഭേദമാണ്. കാരണം സ്നാപ്ഡ്രാഗൻ്റെ റിലയബിലിറ്റി നമുക്ക് അറിയാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കാലം കിട്ടും. മാത്രമല്ല ഫർദർ പല ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സിനോസ് ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ പെർഫോമൻസ് കുറയ്ക്കുന്നുണ്ടെന്നുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു രീതിക്ക് ചിന്തിക്കുമ്പം സ്നാപ്ഡ്രാഗൺ ആണ് കുറച്ചും കൂടി റിലയബിൾ. ഇനി രണ്ട് ഫോൺസിൻ്റെയും ക്യാമറ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറയിലും ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ നമുക്ക് ഹാർഡ്വെയർ പാർട്ടിൽ കിട്ടുന്നുള്ളൂ. അതായത് ആ ഒരു വൈഡ് ആംഗിൾ, അതായത് മെയിൻ ക്യാമറ അവർ 20 MP ആയിട്ട് കൂട്ടിയിട്ടുണ്ട്, 12 MP എന്നുള്ളതിൽ. ബാക്കി അൾട്രാ വൈഡും 12 ആണ്, ടെലിഫോട്ടോയും 8 MP ആണ്, രണ്ടും സെയിം ആണ്. ഇനി രണ്ട് ഫോൺസ് ആയാലും ക്യാമറ ഗംഭീരമായിരിക്കും, അതിലൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല. രണ്ട് ഫോൺസും അടിപൊളിയായിരിക്കും, അതിലൊരു ഇത് എനിക്ക് പറയാനില്ല. നല്ല രണ്ടും നല്ല രീതിയിൽ തന്നെ ചെയ്യും. പക്ഷേ രണ്ട് ഫോണും അത്യാവശ്യം നല്ല രീതിയിൽ വാമപ്പാവും. അത് സ്നാപ്ഡ്രാഗണേക്കാളും വാമപ്പാവും എക്സിനോസ്. സോ പറഞ്ഞു വരുന്നത്, അത്യാവശ്യം ഹീറ്റിംഗ് ആ പരിപാടിയും എക്സിനോസിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് രണ്ട് ഫോൺസിൽ അലൂമിനിയം ഫ്രെയിംസ് ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഹീറ്റിംഗ് ഫീൽ ചെയ്യാൻ പറ്റും. സോ അത് ഹീറ്റിംഗ് കൂടുതലുണ്ടെങ്കിൽ എന്തായാലും കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് ബിൽറ്റ് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് S21 FE പ്ലാസ്റ്റിക് ബിൽട്ടായിരുന്നു വന്നിരുന്നത് ബാക്കിൽ. നമുക്ക് S23 FE ഗ്ലാസ് ബിൽട്ടാണ് ബാക്കിൽ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 ആണ് ബാക്കിലും ഫ്രണ്ടിലും S23 FE. S21 FE നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, ബാക്കിൽ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് ഫ്രെയിം. രണ്ട് ഫോൺസും നിങ്ങൾക്ക് വെള്ളത്തിൽ പിടിച്ച് മുക്കാൻ പറ്റുന്നതാണ്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ബാറ്ററി ലൈഫ് രണ്ട് ഫോൺസ് ആയാലും അത്യാവശ്യം, അതായത് മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോശമാണ്. S21 FE ആണെങ്കിലും S23 FE ആണെങ്കിലും രണ്ടിൻ്റെ പെട്ടിയിൽ ചാർജറും കിട്ടാൻ പോകുന്നില്ല. സോ ചാർജറും നിങ്ങൾ വേറെ വാങ്ങേണ്ടി വരും. ഏകദേശം 4 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം മാത്രമേ രണ്ട് ഫോൺസിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. സോ അത് രണ്ടും നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് മോശമായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, സ്നാപ്ഡ്രാഗണേക്കാളും ബാറ്ററി ലൈഫ് കുറവായിരിക്കും എക്സിനോസിന്. അതൊരു ഫാക്റ്റായിട്ട് നിങ്ങൾ കരുതുക. അപ്പം എക്സിനോസിന് കുറച്ചും കൂടി ബാറ്ററി ലൈഫ് കുറവായിരിക്കും. കണക്ടിവിറ്റിയും പരിപാടിയൊക്കെ എന്തായാലും സാംസങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുക, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് രണ്ട് ഫോണിലും നല്ല രീതിയിൽ തന്നെ അവർ തരും. അപ്പം എനിക്കിതിനെ രണ്ടും കമ്പയർ ചെയ്ത് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ S20 ഈ ഒരു ഓഫർ സീസണിൽ നിങ്ങൾ S21 FE S23 FE എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് S21 FE എടുത്താലും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഔട്ട്ഡേറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 വർഷത്തെ മാത്രമേ നിങ്ങൾക്ക് S23 FE ജമ്പ് വരുന്നുള്ളൂ. 1 വർഷത്തെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. 1 വർഷം മാത്രമല്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ആരും ഇപ്പോൾ ചെയ്യാറുമില്ല. ഗ്രീൻ ലൈൻ വരുമോ, മദർ ബോർഡ് കത്തുമോ, അത് വരുമോ, ഇത് വരും. മദർ ബോർഡ് ഇതുവരെ സാംസങ്ങിൻ്റെ കുഴപ്പമില്ല, പക്ഷേ ഗ്രീൻ ലൈൻ എല്ലാവർക്കും പേടി. അപ്പോൾ നമ്മൾ ഇപ്പം വരുന്ന അപ്ഡേറ്റ് അന്നന്ന് ചെയ്യാറുമില്ല. മാത്രമല്ല എക്സിനോസ് എടുക്കുന്നതിലും ഭേദം, കൈതട്ടി വാങ്ങുന്നതിലും ഭേദം S21 FE എടുക്കുന്നത് തന്നെ. നമ്മൾ ഏകദേശം ക്യാമറ പറഞ്ഞു, ഡിസ്പ്ലേ പിന്നെ രണ്ടും സെയിം ആണ്. പിന്നെ ഞാൻ പറഞ്ഞു AI ഫീച്ചേഴ്സ് കൂടുതലുണ്ട് S23 FE. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാം. S23 FE ഇനിയിപ്പോൾ എടുത്തു പോയി നിങ്ങൾ ഓർഡർ ചെയ്ത്, എൻ്റെ മോൻ ഇപ്പോഴാണല്ലോ ഈ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണല്ലോ ഞാൻ ഈ വീഡിയോ കാണുന്നത്, ഞാൻ എടുത്തു പോയല്ലോ എന്ന് വിചാരിക്കേണ്ട. S23 FE എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കമ്പയർ ചെയ്ത് എടുക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് S21 FE ആണ് ഇപ്പോഴും ഉചിതം എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അത് സ്നാപ്ഡ്രാഗൺ ആണെന്നുള്ള ഒരൊറ്റ അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. എക്സിനോസിനെ നമുക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരതിനനുസരിച്ച് പണിയെടുക്കണം. അതിൻ്റെ മുകളിൽ ഇതുവരെ അവർ പണിയെടുത്ത് തെളിയിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ വെറുതെ ഹാർഡ് ഏൺഡായിട്ടുള്ള മണി കൊണ്ടുപോയിട്ട് അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കുക, അവരിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത് S23 FE. ശരിയാണ്, മാർക്കറ്റിംഗ് അവർക്ക് അവരുടെ കഞ്ഞി കൂടി മുട്ടരുതല്ലോ. അപ്പം അവർ S21 FE പതുക്കെ താഴ്ത്തുന്നുണ്ട്, സ്റ്റോക്സ് കുറയ്ക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഓഫറിൽ അത് ഇട്ടിട്ടില്ല.
S23 നല്ല പടകൂറ്റനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അന്ന് ഫീച്ചേഴ്സ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. കുറച്ച് ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ഞാനുള്ളതുപോലെ പറയാനായിട്ടൊരു വീഡിയോ ചെയ്തു അത്രമാത്രം. നിങ്ങൾ ഇത്രയും നേരം കണ്ട് ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാൻ അമർനാഥ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലേക്ക് അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.